ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഭയങ്കര ഭീകര കണ്ടന്റ് ഒന്നും ഇല്ല, എങ്കിലും ചെറിയ ഓരോ കോണ്ടന്റ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അത് വേറെ ഒന്നുമല്ല, ഗ്വാഷ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഘോഷ. ഘോഷ ഇസ് എ സ്റ്റോണിൻ്റെ ഘോഷയുണ്ട്, സ്റ്റീലിൻ്റെ ഘോഷയുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ട്രീറ്റ്മെൻ്റ് ആണ് ആക്ച്വലി. ഇപ്പോഴത്തെ മോഡേൺ സ്കിൻ കെയറിൽ ഇപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ബട്ട് ഇത് ആക്ച്വലി ഓവർ 2000 ഇയേഴ്സ് ആയിട്ട് ചൈനയിലെ ആൾക്കാരും ചൈനീസ് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരും യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്തു വരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ്. സോ ഐ ഷോ യു മൈ ഗ്വാഷ. ദിസ് മൈ ന്യൂ ഗ്വാഷ. അപ്പം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എനിക്ക് പെട്ടെന്ന് ഈ ഘോഷ എൻ്റെ പാക്കേജിംഗ് ഒക്കെ കണ്ടിട്ട് തോന്നി, എന്താ പറയുക, ഐഫോണിൻ്റെ പാക്കേജിങ് പോലെയൊക്കെ കേട്ടോ. ആദ്യം ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു അതിൻ്റെ യൂസ് ചെയ്യണ ആ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, യൂസേജ് പറഞ്ഞ ഡയറക്ഷൻ ടു യൂസ്. ആൻഡ് ഇങ്ങനൊരു ക്ലോത്ത്, ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഇതിങ്ങനെ തുറന്നു വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പേപ്പർ ജസ്റ്റ് ഇതിങ്ങനെ കവർ ചെയ്ത് അവിടെ നമ്മുടെ ഘോഷക്കുട്ടൻ ഒക്കെ അത് നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, സോ ഈ ഘോഷ എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലിംഫറ്റിക് ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യാനും പിന്നെ റിങ്കിൾസ് വരാതിരിക്കാനും വേണ്ടിയിട്ട്, സ്കിന്നിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഒക്കെ ഈ ഘോഷ യൂസ്ഫുള്ളാണ്. ഘോഷ കൊണ്ടുള്ള മസാജിങ് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണേന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒരു ഫേഷ്യൽ ഓയിൽ, നിങ്ങൾ ഏത് ഫേഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യണേ ആ ഒരു ഫേഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ആദ്യം സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഇത് വെച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫേഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിലൊട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈവൻ യു ക്യാൻ യൂസ് മോയ്സ്ചറൈസർ മേ ബി. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഘോഷ എടുക്കാം. അപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്ന സ്റ്റീലിൻ്റെ ഘോഷമാണ്. ആക്ച്വലി ഇത് നിലത്ത് വീണ പൊട്ടാതിരിക്കാനാണ് ഞാൻ സ്റ്റീലിൻ്റെ ഘോഷ വാങ്ങിച്ചത്. മേ ബി യു ഗൈസ് ക്യാൻ ട്രൈ. സ്റ്റോൺസ് ഉണ്ട്, അതിൽ തന്നെ ഒരു റോസ് ക്വാർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണും ഉണ്ട്, പിന്നെ ജെയ്ഡ് എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട്. ജെയ്ഡ് സ്റ്റോണിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് തണുപ്പുള്ള ഒരു സ്റ്റോണാണ്, അതിന് വേണ്ടിയാണ്. ആൻഡ് റോസ് ക്വാർട്ടസ് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ലൈക്ക് സ്റ്റോൺ ഓഫ് ലവ് എന്നാണ് അതിനെ പറയണത്. ചിലപ്പോൾ ഒരു സ്കിൻ ലവിനൊക്കെ വേണ്ടിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു സ്റ്റോൺ എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളിതൊരു 90 ഡിഗ്രി, സ്കിന്നും ഈ ഒരു സ്റ്റോൺ ഒരു 90 ഡിഗ്രി ആംഗിളിലായിരിക്കരുത്. നമ്മളൊരു 45 ഡിഗ്രിയിലൊക്കെ വെച്ചാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോർമലി ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ 2 കൈയും യൂസ് ചെയ്യണം. ഒരു കൈ കൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യല്ല ചെയ്യുക. നമ്മൾ സ്കിന്നിന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ബി വെരി ജെന്റിൽ ഓൺ യുവർ സ്കിൻ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നമുക്ക് നല്ല, എന്താ പറയുക, ഒരു യൂസും കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കൾപ്റ്റിങ്ങിന് നല്ല ഹെൽപ്ഫുള്ളാണ്. അതായത് ഇപ്പോൾ നമുക്കിതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു ജോ ലൈൻ കട്ടൊക്കെ വേണമെങ്കിൽ നമ്മളിത് വെച്ചിങ്ങനെ മസാജ് ചെയ്യണത് ഭയങ്കര നല്ലതാണ്. അതിനുശേഷം നമുക്കിങ്ങനെ ഓരോരോ സൈഡ് യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാനിപ്പോൾ ഇത് ചെയ്തേക്കണേ ഇങ്ങനത്തെ ഒരു സൈഡ് കൊണ്ടാണ്. ആൻഡ് ദെൻ
എനിക്ക് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണോണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ലൈൻസ് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ്. അതിൻ്റെ ഈ സൈഡ് കൊണ്ട് ആൻഡ് വീണ്ടും ഞാൻ ഈ സ്ഥലം എടുത്തിട്ട് ഈ ചീക്ക് ബോൺ ഇതിൻ്റെ ഉള്ളിൽ പോണ രീതിയിൽ. എന്നാൽ ഇത് ഭയങ്കരമായിട്ട് ഈ കണ്ണിൻ്റെ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ താഴെയുള്ള സ്കിൻ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഈ ജോ ലൈൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണ, ഈ ഗ്യാപ്പിലേക്ക് കയറുന്ന രീതിയിൽ തിരിച്ചു. നോസിലൊക്കെ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് നന്നായി മസാജ് ചെയ്ത് അങ്ങനെ ഒരു 10 മിനിറ്റ്സ് എന്നും നമ്മൾ കുളിക്കണതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പ്രോഡക്റ്റ് എന്തെങ്കിലും തേച്ചിട്ടായാലും അത് നന്നായിട്ട് സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യണം. ഐ വുഡ് സജസ്റ്റ് കുളിക്കണതിന് മുന്നേ നമ്മൾ തലമുടിയിലൊക്കെ എണ്ണ ഇടുന്ന പോലെ തന്നെ മസാജ് ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറ്റുന്ന നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. സോ ദാറ്റ് റിങ്കിൾസ് ഒന്നും വരില്ല. ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ കാണിച്ചൊരു 11 എന്ന് പറഞ്ഞൊരു ലൈൻ വരേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് അവിടെയൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈവൻ നിങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് സോ ഗുഡ്. ഭയങ്കര ഒരു റിലാക്സിങ് പോലെ തോന്നും. ആൻഡ് ഇവിടെയും അതേപോലെ തന്നെ ചെയ്യാം. ആൻഡ് ഡബിൾ ചിന്നൊക്കെ ഞാനപ്പോൾ ഈ ഒരു പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യണത്. ഡബിൾ ചിന്നൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. ഇങ്ങനെ ചെയ്യാം. ആൻഡ് ദെൻ കഴുത്തിലൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ മസാജ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് എന്നും നമ്മുടെ ഹോൾ ഫേസും കഴുത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മസാജിങ് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥലം കൊണ്ട് ഈ കഴുത്തിൻ്റെ ഈ ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യണതാണ്. ഞാൻ ബാക്കി എല്ലാ കഴുത്തിൻ്റെ സ്ഥലങ്ങളും മുകളിലേക്ക് ചെയ്യാം. ബട്ട് ഈ ഒരു സ്ഥലം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ്. സോ ഇതിന് വലിയ റേറ്റ് ഒന്നും ആവില്ല. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. റാദർ ദാൻ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ സ്കിൻ കെയർ പ്രോഡക്റ്റ് ലൈക്ക് ക്രീമിനും അതിനും മേക്കപ്പിനൊക്കെ ഇതിനേക്കാളും ഇതൊക്കെ നല്ലൊരു റുട്ടീനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഒരു ഓവറോൾ സ്കിന്നിൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫുൾ വിത്തിൻ ആർ ബോഡിയിൽ തന്നെ ഉള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു റിച്വലാണിത്. അപ്പോൾ സോ ഇഫ് യു ഗൈസ് ലൈക്ക് ഇറ്റ്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്, ട്രൈ ഇറ്റ് ഡെയിലി. Massage your skin for around 10 minutes and yeah, that's it. So if you like this video, please like and subscribe to my channel. ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.